ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഭാരതത്തിന്റെ സർഗാത്മക കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വലിയ അവസരമാണ് വേവ്സ് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക കായിക പ്രതിഭകൾക്ക് വളരാനുള്ള അവസരം നൽകണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകി കേരള രാജ്ഭവൻ. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയുള്ള ക്യാമറ നിരീക്ഷണം ശക്തമാക്കും. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം പുതുവത്സരത്തിൽ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിനും നാളെ തുടക്കം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസിനെ തകർത്ത് ബംഗാൾ ഫൈനലിൽ. രണ്ടാം സെമിയിൽ കേരളം മണിപ്പൂരിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വഴികാട്ടിയാണ് ഭരണഘടനയെന്നും ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന 75 വർഷം തികയുന്നത് അഭിമാനകരമായ കാര്യമാണെന്നും പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ സർഗാത്മക കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള വലിയ അവസരമാണ് അടുത്ത വർഷം സംഘടിപ്പിക്കുന്ന ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി. ആഗോള ഉള്ളടക്ക നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി ഭാരതത്തെ മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാകും വേവ്സ് ഉച്ചകോടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കൃത്യസമയത്ത് ക്യാൻസർ ചികിത്സ ആരംഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചുവെന്നും മലേറിയ കേസുകളുടെ എണ്ണത്തിലും തുടർന്നുള്ള മരണത്തിലും ഗണ്യമായ കുറവുണ്ടായെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. ആയുഷ്മാൻ ഭാരത് പദ്ധതി ക്യാൻസർ ചികിത്സയിലെ സാമ്പത്തിക ബാധ്യതകൾ കുറച്ചു. തങ്ങളുടെ പ്രദേശങ്ങളിലെ കർഷക ഉത്പാദക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒഡീഷയിലെ കാലാഹാണ്ടിയിലെ ഒരു സംഘടനയുടെ വിജയകഥ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രാദേശിക കായിക പ്രതിഭകൾക്ക് വളരാനുള്ള അവസരം നൽകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. स्थानीय खेल प्रतिभाओं को आगे बढ़ने का अवसर दे। याद रखिए, खेल से न केवल शारीरिक विकास होता है, बल्कि ये स्पोर्ट्समैन स्पिरिट से समाज को जोड़ने का भी एक सशक्त माध्यम है। तो खूब खेलिए, खूब खेलिए. ബീഹാറിലേക്ക് നിയോഗിക്കപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്തുനിന്ന് പടിയിറങ്ങി. രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മറ്റുദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. കേരളവുമായുള്ള ബന്ധം ഇനിയും തുടരുമെന്ന് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. ജനുവരി 2-ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയുള്ള ക്യാമറ നിരീക്ഷണം ശക്തമാക്കും. ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായാണ് നടപടി. നിയമലംഘകർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ടീം വഴിയുള്ള നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ മന്ത്രി MB രാജേഷ് നിർദ്ദേശം നൽകി. ക്യാമറ നിരീക്ഷണത്തിന് പുറമെ കൂടുതൽ മാലിന്യം തള്ളുന്ന പൊതുസ്ഥലങ്ങൾ കണ്ടെത്തി മാപ്പ് ചെയ്യുന്നതും പരിപാടിയുടെ ഭാഗമാണ്. വയനാട്ടിൽ പുനരധിവാസം വൈകുമെന്ന ഭീതി വേണ്ടെന്ന് മന്ത്രി K രാജൻ. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലതാമസം ഒഴിവാക്കാനാണ് ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങളെ തള്ളിക്കളയുന്നില്ല. അവ സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭൂമിയും വീടും വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനുവരി തുടക്കത്തിൽ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. എന്തായാലും പുനരധിവാസം വൈകും എന്ന ഒരു ഭീതിയും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. ജനുവരി ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഭൂമിയിൽ വീട് വെച്ചു നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരുമായി, അതിൽ രാഷ്ട്രീയ കക്ഷികളുണ്ട്, യുവജന സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, അവരുമായി 2 ഘട്ടങ്ങളിലായി രാവിലെയും വൈകുന്നേരവുമായിട്ട് കൂടിയാലോചന നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ LARR അനുസരിച്ചിട്ടുള്ള തുക നിശ്ചയിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി തലസ്ഥാനത്ത് കൂടിയാലോചിക്കും. ക്യാബിനറ്റ് നേരത്തെ അവതരിപ്പിക്കപ്പെട്ട പുനരധിവാസ പാക്കേജിന് ഒരു പൊതുരൂപം നൽകും. അക്കാര്യങ്ങളെല്ലാം നടന്നു പോകും. കണ്ണൂർ നഗരത്തോട് ചേർന്നൊഴുകുന്ന കാനാമ്പുഴ പുനരുജ്ജീവനത്തിന്റെ 1ാം ഘട്ടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയാണിത്. മുണ്ടേരി അയ്യപ്പൻ മലയിൽ നിന്ന് ആരംഭിച്ച് 9 കിലോമീറ്ററിലധികം ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നതാണ് കാനാമ്പുഴ. ജനകീയ കൂട്ടായ്മയിലൂടെയാണ് നദിയെ പുനരുജ്ജീവിപ്പിച്ചത്. MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. സാഹിത്യരംഗത്തെ പ്രമുഖർ MTയെ അനുസ്മരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. മന്ത്രി MB രാജേഷ് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് എറണാകുളത്ത് നിന്ന് റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. നാളെ മുതൽ ജനുവരി 1 വരെയാണ് പ്രത്യേക മെമു ട്രെയിൻ സർവീസ്. 12 ജനറൽ കോച്ചുകളുള്ള മെമു രാവിലെ 9:10 എറണാകുളം സൌത്തിൽ നിന്നും യാത്ര ആരംഭിച്ച് ഉച്ചയ്ക്ക് 12:11 ശിവഗിരിയിലും 12:45 തിരുവനന്തപുരം നോർത്തിലും എത്തും. 12:55 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എറണാകുളത്തേക്ക് തിരിക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12 പന്തളത്ത് നിന്ന് പുറപ്പെടും. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ 10 ഉയർത്തും. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേകം കൌണ്ടർ ക്രമീകരിക്കും. ജനുവരി 14 മകരവിളക്ക്. ക്രിസ്മസ് അവധിക്കാലത്ത് ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. ഒരാഴ്ചക്കിടെ എത്തിയത് 2 ലക്ഷത്തിലധികം പേരാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. DTPCയുടെ നിയന്ത്രണത്തിലുള്ള 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രം ഒരാഴ്ചക്കിടെ 1,81,497 ആളുകൾ സന്ദർശനം നടത്തി. ക്രിസ്തുമസ് ദിനത്തിലും പിറ്റേന്നുമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. ഈ 2 ദിവസങ്ങളിലായി 58,351 സഞ്ചാരികൾ DTPCയുടെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. ഒരാഴ്ചക്കിടെ 50,872 പേരെത്തിയ വാഗമൺ മൊട്ടക്കുന്നിലും 54,596 ആളുകളെത്തിയ അണ്ടിഞ്ഞൂർ പാർക്കിലുമാണ് കൂടുതൽ പേരെത്തിയത്. രാമക്കൽമേട്, പാഞ്ചാലിമേട്, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഹിൽവി പാർക്ക്, ആമപ്പാറ എന്നിവിടങ്ങളിലും നിരവധി ആളുകൾ സന്ദർശനം നടത്തി. ഇടുക്കി മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാനായി പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കൂടെയുണ്ടായിരുന്ന ബ്ലാങ്കരയിൽ മൻസൂർ ഓടി രക്ഷപ്പെട്ടു. കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. സ്വകാര്യ കാറും KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. നീലേശ്വരം കണിച്ചിറ സ്വദേശി ലത്തീഫിന്റെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. മക്കളായ ലഹക് സൈനബ, സൈനുൾ റുമാൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലിറ്റിൽ കൈറ്റ്സ് തിരുവനന്തപുരം ജില്ലാ ക്യാമ്പ് സമാപിച്ചു. അനിമേഷൻ, പ്രോഗ്രാമിംഗ് വിഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 110 വിദ്യാർത്ഥികൾ വെങ്ങാനൂരിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 10 പേർ സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ തകർത്ത് ബംഗാൾ ഫൈനലിൽ കടന്നു. ഗച്ചിബൌളിയിലെ GMC ബാലയോഗ്യ സ്റ്റേഡിയത്തിൽ നടന്ന 1ാം സെമി ഫൈനലിൽ ഇരട്ട ഗോൾ നേടിയ റോബി ഹൻസ്ദായുടെ മികവിൽ 4-2 സർവീസസിനെ വീഴ്ത്തിയത്. ബംഗാളിനായി മനോതോസ് മാജി, നരോഹരി ശ്രേഷ്ഠ എന്നിവരും ഗോൾ നേടി. രാത്രി 7:30 നടക്കുന്ന 2ാം സെമിയിൽ കേരളം മണിപ്പൂരിനെ നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ FCയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SCയെ പരാജയപ്പെടുത്തിയിരുന്നു. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 333 റൺ ലീഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതത്തിന്റെ സർഗാത്മക കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള വലിയ അവസരമാണ് വേവ്സ് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക കായിക പ്രതിഭകൾക്ക് വളരാനുള്ള അവസരം നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകി കേരള രാജ്ഭവൻ. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയുള്ള ക്യാമറ നിരീക്ഷണം ശക്തമാക്കും. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം പുതുവത്സരത്തിൽ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിനും നാളെ തുടക്കം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസിനെ തകർത്ത് ബംഗാൾ ഫൈനലിൽ. 2ാം സെമിയിൽ കേരളം മണിപ്പൂരിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.